ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വില്ലൻ പറയുന്നതിലും ഒരു ശരിയുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ അയാളുടെ വഴികൾ തെറ്റായിരിക്കാം, പക്ഷെ അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്തോ ഒരു ന്യായമില്ലേ, ആ തോന്നലുണ്ടല്ലോ, അത് വെറുതെ അല്ല. നമ്മൾ ഓഡിയൻസ് എപ്പോഴും പെർഫെക്റ്റ് നന്മമന ഹീറോകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാറില്ല. മലയാള സിനിമ അത് പതുക്കെ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു തെറ്റും കുറ്റവും ഇല്ലാത്ത ഒരു ക്ലാസ് ഹീറോയേക്കാൾ കുറേ കുറവുകളുള്ള ഒരു ആൻറ്റി ഹീറോയിഡ് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് നോക്കാം. കാലങ്ങളായി മലയാള സിനിമ നമുക്ക് തന്നുകൊണ്ടിരുന്ന ഒരു തെറ്റും ചെയ്യാത്ത പെർഫെക്റ്റ് ഹീറോകളെയായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കുറവുമില്ലാത്ത ഒരു രക്ഷകൻ. അവരൊരു സൂപ്പർ ഹ്യൂമൻ ആയിരുന്നു. മോറലി ഒരു പടിക്ക് മുന്നിലായിരുന്നു. ഫിസിക്കലി ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ആൽഫ മേലുകളായിരുന്നു. 70കളിലെയും 80കളിലെയും 90കളിലെയും ക്ലാസിക് റോളുകളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. അവർ ശക്തരായ നേതാക്കന്മാരും ഫാമിലി പ്രൊട്ടക്ടർമാരും അതേസമയം നാട് ഭരിക്കാൻ കഴിവുള്ളവരൊക്കെ ആയിരുന്നു. ഒരു ജനറേഷൻ മുഴുവൻ അവർ സിനിമകളിലെ ഗോഡ് ഫാദർ ഫിഗറുകളായിരുന്നു. ഈ ഹീറോകൾ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു, കുടുംബത്തിൻ്റെ അഭിമാനം സംരക്ഷിച്ചു, എപ്പോഴും ശരിയായ കാര്യം മാത്രം ചെയ്തു. കഥകൾ വളരെ സിമ്പിളായിരുന്നു. നല്ലതും ചീത്തയും തമ്മിലുള്ളൊരു ഫൈറ്റ്, നോ ഗ്രേ ഏരിയ. പക്ഷേ ഇപ്പോൾ സീനാകെ മാറി. നമ്മൾ ഓഡിയൻസ് വളർന്നു. ലോകം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. ഒരു കുറവുമില്ലാത്ത നായകന്മാർ റിയലിസ്റ്റിക് അല്ലെന്ന് മാത്രമല്ല, ഭയങ്കര ബോറിങ്ങും റിലേറ്റ് ചെയ്യാൻ പറ്റാത്തവരുമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഒരിക്കലും തെറ്റ് ചെയ്യാത്ത ഒരാളിൽ നമ്മളെ തന്നെ എങ്ങനെ കാണാനാണ്? ഇവിടെയാണ് ആൻറ്റി ഹീറോയുടെ എൻട്രി. സൈക്കോളജി പറയുന്നത് നമുക്കെല്ലാം ഒരു ഷാഡോ സെൽഫ് ഉണ്ടെന്നാണ്, നമ്മുടെ ഉള്ളിലൊരു ഡാർക്ക് സൈഡ്. ആൻറ്റി ഹീറോകൾ ആ ഡാർക്ക് സൈഡിനെ ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്ന് എൻജോയ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്കെല്ലാം ഉള്ള ഒരു എന്നാൽ പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഇമോഷൻസ് ആണ് അവർ സ്ക്രീനിൽ കാണിക്കുന്നത്. അവരുടെ കോംപ്ലക്സിറ്റി ശരിക്കും എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നമ്മളെ കൊണ്ട് വീണ്ടും ചിന്തിപ്പിക്കും. അവരോടുള്ള ഒരു ആരാധന നമ്മൾ മോശക്കാരാകുന്നതിൻ്റെ സിഗ്നലല്ല, നമ്മൾ കുറച്ചുകൂടി ഓണസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. മനുഷ്യൻ്റെ റിയൽ നേച്ചർ കാണിക്കുന്ന കഥാപാത്രങ്ങളെയാണ് നമുക്ക് വേണ്ടത്. മലയാള സിനിമ അത് കേട്ടു. റീസെൻറ്റ് ടൈംസിലെ ഏറ്റവും മികച്ച ചില ആൻറ്റി ഹീറോകളെയും സിമ്പതി അർഹിക്കുന്ന വില്ലന്മാരെയും നമുക്ക് തന്നു. കാരണം ശരിയും തെറ്റും മിക്സായ ലോകത്ത് ഒരു പെർഫെക്റ്റ് ഹീറോയ്ക്ക് ഇനി സ്ഥാനമില്ല. ഉദാഹരണത്തിന് നമുക്ക് 3 സിനിമകളിലെ ക്യാരക്ടേഴ്സിനെ എടുത്ത് ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. പഴയ ഹീറോ പെർഫെക്റ്റ് വിജയത്തിൻ്റെ ആളായിരുന്നെങ്കിൽ ഷാജി പാപ്പൻ എന്ന നായകൻ തോൽവികളുടെ രാജാവാണ്. ആട് സീരീസ് ഈ കറുത്ത ഷർട്ടും മുണ്ടുമിട്ട വടംവലി ടീമിൻ്റെ ക്യാപ്റ്റനെ നമുക്ക് കാണിച്ചു തരുമ്പോൾ അയാളൊരു ഹീറോ മെറ്റീരിയലേ ആയിരുന്നില്ല. വിട്ടുമാറാത്ത നടുവേന, നാണം കെട്ട ഒരു ലവ് ഫെയിലിയറിൻ്റെ ഓർമ്മ, പിന്നെ അയാളുടെ മണ്ടൻ ഗാങ്ങിനെയും കൂട്ടി ഓരോരോ ഇങ്ങനെ ഇടങ്ങേറി ചെന്ന് തല വയ്ക്കുന്ന ഒരു നാട്ടിൻപുറത്തുകാരൻ. എല്ലാ ട്രഡീഷണൽ അളവുകളും വെച്ചും അയാളൊരു ഫെയിലിയറാണ്. എന്നിട്ട് ഓഡിയൻസ് ഷാജി പാപ്പനെ ഇഷ്ടപ്പെടുകയല്ല, അയാളെ അങ്ങ് ആഘോഷിക്കുകയാണ് ചെയ്തത്. ഷാജി പാപ്പൻ അട്രാക്ഷൻ അയാൾ നമ്മളിൽ ഒരാളാണ് എന്നതാണ്. അയാളെ ഡ്രൈവ് ചെയ്യുന്ന വലിയ മോറൽ ലക്ഷ്യങ്ങളൊന്നുമല്ല. അയാളുടെ ലക്ഷ്യങ്ങൾ വളരെ സിമ്പിളാണ്. ഒരു നാടൻ ടൂർണമെൻറ്റ് ജയിക്കണം, നടുവേന മാറണം, പിന്നെ കൂടെയുള്ളവർ കൂടുതൽ സീനാക്കാതെ നോക്കണം. ലൈഫിൽ വീണ്ടും വീണ്ടും അടി കിട്ടിയിട്ടും തളരാതെ നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നതുകൊണ്ടാണ് ആട് സിനിമകൾ ഇത്രയും ഹിറ്റായത്. അയാളുടെ ഹീറോയിസം ജയിക്കുന്നതിലല്ല, അയാളുടെ ആ തോൽക്കാത്ത സ്പിരിറ്റാണ്. പിങ്കി എന്ന ആടിനെ അപ്രതീക്ഷിതമായി കിട്ടുന്ന തൊട്ട് കള്ളനോട്ടുകാരുമായി കോർക്കുന്നവരെ സിനിമ അയാളെ ഓരോ പൊല്ലാപ്പിലാണ് കൊണ്ടുചെന്നിടുന്നത്. നമ്മൾ ഷാജി പാപ്പന് വേണ്ടി കൈയടിക്കുന്ന അയാളൊരു പെർഫെക്റ്റ് മനുഷ്യനായതുകൊണ്ടല്ല, അയാളൊരു സ്ട്രഗിളിൻ്റെ ഒരു ഓണസ്റ്റ് ചിത്രമായതുകൊണ്ടാണ്. അയാൾ ഡെയിലി ലൈഫിൻ്റെ ഫ്രസ്ട്രേഷൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ചെറിയ നാണക്കേടുകൾ, പൊളിഞ്ഞുപോയ പ്ലാനുകൾ, മറ്റുള്ളവർ നമ്മളെ വില കുറച്ച് കാണുന്നു എന്ന ഫീലിംഗ്. അയാളുടെ വിജയങ്ങൾ പലപ്പോഴും കുഴഞ്ഞു മറിഞ്ഞാണ്, പലപ്പോഴും ആക്സിഡൻറ്റലുമാണ്. അത് ക്ലാസിക് ഹീറോയുടെ വിജയങ്ങളെക്കാൾ, ക്ലീൻ വിജയങ്ങളെക്കാൾ കുറച്ചുകൂടെ റിയൽ ആയിട്ട് നമുക്ക് തോന്നും. നമുക്ക് അയാളാകാൻ ആഗ്രഹം ഇല്ലായിരിക്കാം, പക്ഷേ നമുക്ക് അയാളെ മനസ്സിലാവും. ഒരു ഹീറോ ആകാൻ പെർഫെക്റ്റ് ആകേണ്ട ആവശ്യമില്ല. വീണടത്ത് നിന്ന് എഴുന്നേറ്റ് അടുത്ത ദുരന്തത്തിലേക്ക് കുറച്ചുകൂടെ പ്രതീക്ഷയോടെ ടീമിനെ കൂട്ടി മുന്നോട്ട് പോകുന്നയാളാണ് യഥാർത്ഥ ഹീറോ എന്ന് അയാളുടെ യാത്ര നമ്മളെ തെളിയിക്കുന്നു. ഷാജി പാപ്പൻ ഒരു ലവബിൾ ഫെയിലിയർ ആണെങ്കിൽ ഫഹദിന്റെ ജോജി നമ്മളെ കൊണ്ടുപോകുന്ന അതിലും ഡാർക്കായ ഒരു ലോകത്തേക്കാണ്. ജോജി ഷേക്സ്പിയറിന്റെ മാക്ബത്തിന്റെ ഒരു മോഡേൺ അഡാപ്റ്റേഷൻ. കോവിഡ് ടൈമിൽ കേരളത്തിലെ ഒരു റിച്ച് പക്ഷേ ടോക്സിക് സിറിയൻ ക്രിസ്ത്യൻ ഫാമിലിയിലാണ് കഥ നടക്കുന്നത്. ജോജി ആ ഫാമിലിയിലെ ഏറ്റവും ഇളയ മകനാണ്, ഒരു എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട്. അവൻ്റെ അപ്പൻ കുട്ടപ്പൻ അവനെ കാണുന്നത് തന്നെ ഒരു ലൂസറായിട്ടാണ്. ഫിനാൻഷ്യലി അപ്പനെ ഡിപ്പെൻഡ് ചെയ്ത് സ്വന്തം വീട്ടിൽ ആരും ഒരു വിലയും കൽപ്പിക്കാതെ ജീവിക്കുന്നത്. ഇത് ജന്മനാ വില്ലനായ ഒരു മനുഷ്യന്റെ കഥയല്ല, സാഹചര്യം എങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ ഒരു മൃഗമാക്കി മാറ്റുന്നു എന്നതിന്റെ ഒരു ഭീകരമായ കഥയാണ്. ജോജി പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് സിനിമ വളരെ സ്മാർട്ടായി അവനോട് നമുക്കൊരു സിമ്പതി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അവൻ്റെ അപ്പൻ, ആ വീട്ടിലെ ഡിക്റ്റേറ്റർ, അവനെ എപ്പോഴും താഴ്ത്തി കിട്ടുന്ന നമ്മൾ കാണും. കുറച്ച് ഫ്രീഡത്തിനും റെസ്പെക്റ്റിനും വേണ്ടിയുള്ള ജോജിയുടെ ആഗ്രഹം നമുക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും. അവൻ്റെ ആദ്യത്തെ തട്ടിപ്പുകൾ വളരെ ചെറുതായിരുന്നു, പക്ഷേ വർഷങ്ങളായി അനുഭവിച്ച അപമാനം അവൻ്റെ ഉള്ളിൽ ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. ഇവിടെയാണ് സിനിമയുടെ സൈക്കോളജിക്കൽ ബ്രില്യൻസ്. അവൻ്റെ വില്ലനിസത്തിലേക്കുള്ള ഒരു മാറ്റം ഒരു ചോയ്സ് ആയിട്ടല്ല, മറിച്ച് വർഷങ്ങളായി അനുഭവിച്ച അവഗണനയുടെയും സപ്രഷൻ്റെയും ഒരു ഡയറക്റ്റ് റിസൾട്ടായിട്ടാണ് സിനിമ കാണിക്കുന്നത്. അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ അപ്പൻ്റെ കൊലപാതകം അടക്കം ഭീകരമാണ്, പക്ഷേ അവൻ്റെ ദേഷ്യത്തിൻ്റെ ഉറവിടം കംപ്ലീറ്റ് നിസ്സഹായതയാണെന്ന അൺകംഫർട്ടബിൾ സത്യം ഫേസ് ചെയ്യാൻ സിനിമ നമ്മളെ നിർബന്ധിക്കും. ജോജി ജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ല, പക്ഷേ അവൻ്റെ കഥ നമ്മളെ പിടിച്ചെടുത്തും. കാരണം അതൊരു ഡാർക്ക് വാണിംഗ് ആണ്. ഉള്ളിൽ ഒതുക്കിയ ഫ്രസ്ട്രേഷനും റെസ്പെക്റ്റിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹവും എത്രത്തോളം ഡേഞ്ചറസ് ആകുമെന്ന് അവൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.
സ്നേഹവും സ്വാതന്ത്ര്യവും കിട്ടാതെ വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എങ്ങനെ നശിച്ചു പോകും എന്നതിൻ്റെ പച്ചയായ ഒരു നേർക്കാഴ്ചയാണ് അവൻ്റെ കഥ. അത് അവൻ്റെ തിന്മയെ വെറും സിനിമാറ്റിക് ആക്കുന്നില്ല, മറിച്ച് ഒരു ഭയപ്പെടുത്തുന്ന ഹ്യൂമൻ ആക്കി മാറ്റുക. ജോജി സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ വില്ലനാണെങ്കിൽ കുമ്പളങ്ങി നഴ്സിലെ ഷമ്മി തുടക്കം മുതലേ നമ്മുടെ കൺമുന്നിലുള്ള ഒരു സൈക്കോ ആണ്. ഒറ്റ നോട്ടത്തിൽ അവൻ ദ കംപ്ലീറ്റ് മാൻ ആണ്. ഈ ഡയലോഗ് അവൻ തന്നെ നല്ല കോൺഫിഡൻസോടെ പറയുന്നുണ്ട്. മാന്യമായ ജോലിയുള്ള ഒരു ബാർബർ, സ്വന്തം ലുക്കിലും പ്രത്യേകിച്ച് പൗരുഷത്തിൻ്റെ സിമ്പലായ മീശയിലും ഭയങ്കര പ്രൗഡുള്ള ഒരാൾ, ഭാര്യയുടെ വീടിൻ്റെ അധികാരി താനാണെന്ന് നാം വിശ്വസിക്കുന്നു. സൊസൈറ്റി ഒരു പുരുഷൻ എങ്ങനെയാണ് എന്ന് പറയുന്നു, അതെല്ലാമാണ് അവൻ. ഡിസിപ്ലിൻ, കൺട്രോളിങ്, ഫാമിലിയുടെ പ്രൊട്ടക്ടർ. പക്ഷേ സ്ക്രീനിൽ വന്ന് കയറുന്ന ആദ്യത്തെ നിമിഷം മുതൽ നമുക്ക് എവിടെയോ ഒരു കരട് മനസ്സിലായി തുടങ്ങും. ആധുനിക മലയാള സിനിമയിലെ ഏറ്റവും പേടിപ്പെടുന്ന ഒരു വില്ലന്മാരിൽ ഒരാളാണ് ഷമ്മി. കാരണം അവൻ അത്രയ്ക്ക് റിയലിസ്റ്റിക് ആണ്. അവൻ ടോക്സിക് മസ്കുലിനിറ്റിയുടെ ജീവിക്കുന്ന ഉദാഹരണമാണ്. കൺട്രോളിങ്ങിനോടുള്ള അവൻ്റെ ആഗ്രഹം അബ്സല്യൂട്ടാണ്. അവൻ പറയുന്ന തമാശ കേട്ട് ഭാര്യ കറക്റ്റ് ടൈമിൽ ചിരിക്കുമ്പോഴും അവളുടെ ഫാമിലി അവനെ അനുസരിക്കുമ്പോഴും അവനൊരു തരം ഹൈ കിട്ടുന്നുണ്ട്. അവൻ്റെ അധികാരത്തിനെതിരെയുള്ള ഏറ്റവും ചെറിയ ചോദ്യം പോലും അവൻ്റെ പെർഫെക്റ്റ് ലോകത്തെ ഒരു ചെറിയ കരട് പോലും, ഒരു പൊടി പോലും ആദ്യം അവന് ചെറിയ ദേഷ്യമായിട്ടും പിന്നീട് പേടിപ്പെടുത്തുന്ന സൈക്കോ ആയിട്ടും മാറ്റും. അവൻ്റെ തിന്മ വലിയ പ്ലാനുകളൊന്നുമില്ല, മറിച്ച് ഓരോ ദിവസവും വീട്ടിലെ പെണ്ണുങ്ങളുടെ മേൽ അവൻ സ്ഥാപിക്കുന്ന പവറിലും കൺട്രോളിലുമാണ്. ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു മാസ്റ്റർ ക്ലാസ് ആണ്. സിനിമയുടെ ക്ലൈമാക്സിൽ അവൻ ശരിക്കും പൊട്ടിത്തെറിക്കുന്നതിലും ഒരുപാട് മുൻപ് തന്നെ ഷമ്മിയുടെ ആ സൈലന്റ് കളികൾ നമുക്ക് അൺകംഫർട്ടബിൾ ആക്കി നമ്മളെ മാറ്റുന്നുണ്ട്. മറ്റ് വില്ലന്മാരെ പോലെ ഷമ്മി പുറത്തുനിന്ന് വരുന്ന ഒരാളല്ല. അവൻ നമ്മുടെയൊക്കെ ഒരു അയൽക്കാരനോ അളിയനോ അല്ലെങ്കിൽ ഹീറോ താനാണെന്ന് സ്വയം 100% വിശ്വസിക്കുന്ന ഒരാളോ ആകാം. അതാണ് അവനെ ഇത്രയധികം ഭയപ്പെടുത്തുന്നത്. നമുക്ക് ഷമ്മിയോട് സിമ്പതി തോന്നില്ല, പക്ഷേ നമ്മൾ അവനിൽ ഫാസിനേറ്റഡ് ആവും. കാരണം മാന്യതയുടെ മുഖംമൂടിയിട്ട ആ മനുഷ്യനെ നമുക്കറിയാം. ഷാജി പാപ്പൻ, ജോജി, ഷമ്മി ഈ പേരുകൾ വെറും കഥാപാത്രങ്ങളല്ല, ഇത് മലയാള സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് വന്ന ഒരു വിപ്ലവമാണ്. ഡയറക്ടർമാർ നല്ലതും ചീത്തയും എന്ന സിമ്പിൾ കഥകളിൽ നിന്ന് മാറി മനുഷ്യനായിരിക്കുന്നതിൻ്റെ കോംപ്ലിക്കേഷൻസ് നിറഞ്ഞ വഴികളിലേക്ക് പോവുകയാണ്. ഓഡിയൻസ് അതിന് റെഡി ആയതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇന്നത്തെ ഓഡിയൻസിന് എൻ്റർടൈൻമെൻറ്റിനപ്പുറം സൈക്കോളജിക്കൽ ഡെപ്തും റിയലിസവും വേണം. ഈ പുതിയ വേവിന് പിന്നിൽ ആക്ടേഴ്സിനും വലിയ റോളുണ്ട്. മമ്മൂട്ടിയെ പോലെ ഒരു ലെജൻഡ്, ഭ്രമയുഗം, കളങ്കാവൽ പോലുള്ള സിനിമകളിൽ അങ്ങേയറ്റം കോംപ്ലക്സ് ആയ നെഗറ്റീവ് റോളൊക്കെ ഏറ്റെടുക്കുമ്പോൾ അത് നായക സങ്കല്പത്തിൻ്റെ അതിരുകളെയാണ് തകർക്കുന്നത്. അതുപോലെ പൃഥ്വിരാജിനെയും ദുൽഖറിനെയും ഫഹദിനെയും പോലെയുള്ള നടന്മാർ വീക്ക്നെസ്സിനെ അംഗീകരിച്ചും നല്ലതും ചീത്തയും തമ്മിലുള്ള വരമ്പ് മായ്ച്ചു കളയുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചും ഹീറോ എന്ന വാക്കിനെ തന്നെയാണ് പൊളിച്ചെഴുതുന്നത്. ഈ പുതിയ കാലഘട്ടത്തിലെ സിനിമ മനുഷ്യർ നല്ലതിൻ്റെയും ചീത്തയുടെയും ഒരു മിക്സ് ആണെന്ന് മനസ്സിലാക്കുന്നു. ക്യാരക്ടേഴ്സിന് സ്വാർത്ഥരാകാം, അസൂയപ്പെടാം, തകർന്നവരാകാം. അവരുടെ ഈ കുറവുകളിലൂടെയാണ് അവർ കൂടുതൽ റിയലായി മാറുന്നത്. ഈ സിനിമകൾ നിങ്ങൾക്ക് എളുപ്പമുള്ള ഉത്തരങ്ങൾ തരില്ല, പകരം അവ ഒരു കണ്ണാടി പോലെ നമ്മളെയും നമ്മുടെ കോംപ്ലക്സിറ്റികളെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞ മലയാള സിനിമയിലെ വില്ലന്മാരോടും ആൻറ്റി ഹീറോയോടുമുള്ള നമ്മുടെ ഇഷ്ടമുണ്ടല്ലോ, അത് നമ്മുടെ തിന്മയെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടല്ല, മറിച്ച് റിലേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ്. അവരുടെ ധിക്കാരത്തിലേക്കും പച്ചയായ മനുഷ്യ സ്വഭാവത്തിലേക്കും നമ്മൾ ആകർഷിക്കപ്പെടുന്നു. കാരണം ഒരു തരത്തിൽ നമ്മളെ തന്നെയാണ് അവർ കാണുന്നത്. പഴയ സിനിമകളിൽ നിരവധി ലെയറുകളുള്ള ഹീറോകളെ പറ്റിയുള്ള പല സിനിമകൾ വന്നിരുന്നെങ്കിലും അന്നത്തെ സമൂഹം അതൊന്നും ഏറ്റെടുത്തില്ല. പഴയ പല പെർഫെക്റ്റ് ഹീറോകളെ പലതും ഇന്ന് നോക്കുമ്പോൾ അത് വെറൊരു ഫോസിൽ പോലെ തോന്നുന്നു. കാരണം നമ്മളിന്ന് ജീവിക്കുന്ന കറുപ്പും വെളുപ്പും മാത്രമുള്ള ലോകത്തല്ല. നല്ല മനുഷ്യർക്ക് തെറ്റ് പറ്റാവുന്ന, വില്ലന്മാർക്ക് ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന ന്യായീകരണം ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേറ്റഡായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവർ നമ്മുടെ സമൂഹത്തിൻ്റെ റിഫ്ലക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ രഹസ്യമായ ഇഷ്ടപ്പെടുന്ന മലയാളത്തിലെ വില്ലൻ അല്ലെങ്കിൽ ആൻറ്റി ഹീറോ ആരാണ്? താഴെ കമൻറ്റിൽ പറയൂ. പിന്നെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.